തൃശൂർ പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു. സംഭവത്തിൽ പൊന്നൂക്കര സ്വദേശി വിഷ്ണു എന്ന പൊറോട്ട വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളിയുടെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. ഇന്ന് ശിവരാത്രി. ചുവപ്പും പച്ചയും പരവതാനി വിരിച്ച് ശിവരാത്രിക്കായി ഒരുങ്ങി ആലുവ മണപ്പുറം. സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു. പൊന്നൂക്കര സ്വദേശി 54 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. സംഭവത്തിൽ പൊന്നൂക്കര സ്വദേശി 31 വയസ്സുള്ള വിഷ്ണു എന്ന പൊറോട്ട വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ പൊന്നൂക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട സുധീഷും പ്രതി വിഷ്ണുവും സുഹൃത്തുക്കളാണ്. ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വിഷ്ണുവിന്റെ സഹോദരിയെക്കുറിച്ച് സുധീഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് വിഷ്ണു സുധീഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. തല ചുവരിലിടിക്കുകയും ചവിട്ടുകയും ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ 8:30 മരണം സംഭവിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. സംഭവം നടന്ന ഇന്നലെ തന്നെ പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു. മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൗസിലെ ജീവനക്കാരനാണ്. മീഡിയ ടൈം, തൃശൂർ. കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളിയുടെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് പള്ളിയിലെത്തി മോഷണം നടത്തിയിരിക്കുന്നത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന. മോഷ്ടാക്കൾ പള്ളിയിലെത്തി മോഷണം നടത്തുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ഫുൾക്കൈ ഷർട്ടിട്ട് കയ്യിലൊരു സഞ്ചിയുമായി മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഇന്ന് ശിവരാത്രി. ചുവപ്പും പച്ചയും പരവതാനി വിരിച്ച് ശിവരാത്രിക്കായി ഒരുങ്ങി ആലുവ മണപ്പുറം. സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ആലുവ മണപ്പുറം പരവതാനി വിരിച്ചതിനാൽ പൊടി ശ്വസിക്കേണ്ടി വരില്ല. മാത്രവുമല്ല, ഭക്തജനങ്ങൾക്ക് ഉറക്കമിളിച്ചിരിക്കാനോ ഉറങ്ങേണ്ടവർക്ക് സൗകര്യവുമാകും. ബുധനാഴ്ച ഉച്ചയോടെ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കിനായുള്ള ഉല്ലാസ റൈഡുകളുടെ നിർമ്മാണങ്ങളും പൂർത്തിയാകും. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രത്തിന് മുൻവശത്തായി മണപ്പുറത്തേക്ക് നീട്ടി പുതിയ സ്ഥിരം നടപ്പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. പാലക്കാട് DJ അമ്യൂസ്മെന്റ് ആണ് ഇത്തവണ വ്യാപാരമേള ലേലം ചെയ്തെടുത്തിരിക്കുന്നത്. മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസും പോലീസ് ഫയർ സ്റ്റേഷനുകളും പ്രവർത്തനം ആരംഭിക്കും. 116 ബലിത്തറകളും 31 വ്യാപാര സ്റ്റാളുകളുമാണ് മണപ്പുറത്തുണ്ടാകുക. 26-ന് വൈകിട്ട് 4 മുതൽ 27-ന് പകൽ 2 വരെ ആലുവ ടൗണിലും പരിസരങ്ങളിലും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 26-ന് രാത്രി 8 മുതൽ ബാങ്ക് കവല മുതൽ മഹാത്മാഗാന്ധി ടൗൺ ഹാൾ റോഡ് വരെ സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്ര ഉൾപ്പെടെ അനുവദിക്കില്ല. സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. മീഡിയ ടൈം, ആലുവ. തൃശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പൂര നടത്തിപ്പിനെ ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം. വർഷങ്ങളായി ഇരു ദേവസ്വങ്ങളും നടത്തിവരുന്ന പൂരം പ്രദർശനത്തിനൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ ടെൻഡർ ക്ഷണിച്ചതാണ് തർക്കത്തിന് കാരണം. നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച നീക്കത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനും സംഘാടനത്തിനുമുള്ള പ്രധാന വരുമാന സ്രോതസ്സാണ് വർഷങ്ങളായി നടക്കുന്ന പൂരം പ്രദർശനം. തേക്കിൻകാട് മൈതാനിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് ഇക്കാലമത്രയും പ്രദർശനം നടത്തി വന്നിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരെ പ്രദർശനത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് തൃശൂർ പൂരത്തിന്റെ ചെലവുകൾ നടത്തിവരുന്നത്. എന്നാൽ ഇതിന് തിരിച്ചടിയാകും വിധമാണ് ഇപ്പോൾ സമാന്തര പ്രദർശനം നടത്താനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സമാന്തര പ്രദർശന നീക്കത്തിന് പിന്നിലുള്ള ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി
കെ ഗിരീഷ് കുമാർ പ്രതികരിച്ചു. ഇവർക്ക് 426 436 ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അടുക്കും ചിട്ടയോടും പ്രൗഢിയോടും കൂടിയിട്ടുള്ള ഒരു പൂരം പോലും അവർക്ക് നടത്താൻ സാധിക്കുന്നില്ല. ഇവരെങ്ങനെ ഈ 2 ദേവസ്വങ്ങൾ എങ്ങനെ ഈ പൂരം നടത്തുന്നു? അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. നമുക്ക് പറ്റാത്തത് മറ്റാർക്കും സാധിക്കരുത് എന്നുള്ള ആ ഒരു കുട്ടിക്കുശുമ്പാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 23 കാലാവധി പൂർത്തിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരനും പ്രേംരാജ് ചൂണ്ടലാത്തും പടിയിറങ്ങും മുമ്പാണ് സമാന്തര പൂരം പ്രദർശനത്തിന് ടെൻഡർ വിളിച്ചത്. ഫെബ്രുവരി 21 പ്രദർശനത്തിലേക്ക് ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും പുറത്തിറങ്ങി. ഇത് പൂരം നടത്തിപ്പിനെ വെല്ലുവിളിക്കും വിധമുള്ള നടപടിയാണെന്നാണ് വിമർശനങ്ങൾ. അതേസമയം ആരാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നോ ടെൻഡർ ക്ഷണിച്ചതെന്നോ അറിയില്ലെന്നാണ് ജനുവരി 15 കാലാവധി പൂർത്തിയാക്കിയ മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറയുന്നത്. ട്രേഡ് ഫെയർസ് അതുപോലെ എക്സിബിഷനൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഈ ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയല്ല, പൂരം എക്സിബിഷൻ അല്ലാത്ത മറ്റുള്ള ഓണം ഫെയർ അതുപോലെ തന്നെ ക്രിസ്മസ് ഫെയർ അങ്ങനെയുള്ള രീതിയിലാണ് നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് മുമ്പ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് അത് ബന്ധപ്പെട്ടവരായിട്ട് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യുന്നുണ്ട്. നിലവിലെ തീരുമാനങ്ങൾ പ്രകാരം ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രദർശനം നടക്കുക. മാർച്ച് അവസാനത്തിൽ തുടങ്ങി മെയ് 25 അവസാനിക്കുന്ന വിധത്തിലാണ് പൂരം പ്രദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 1990 സമാനമായ പ്രതിസന്ധി ഉണ്ടായതോടെ പൂരക്കാലത്ത് മറ്റ് പ്രദർശനങ്ങൾ അനുമതി നിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇത്തരം ധാരണകൾ നിലനിൽക്കെയാണ് നിലവിൽ നടക്കാനിരിക്കുന്ന സമാന്തര പൂര പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നോട്ടു പോകുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പുളിയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തി വന്നിരുന്ന ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്ത് വീട്ടിൽ രമേശ് എന്നയാളെ 40 ലിറ്റർ ജവാൻ മദ്യവും അത് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും സഹിതം ചാലക്കുടി എക്സൈസ് റേഞ്ച് പിടികൂടി. ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗ് വരും ദിവസങ്ങളിലും തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയും പാർട്ടിയും ചേർന്നാണ് രമേശിനെ പിടികൂടിയത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ വാഴച്ചാൽ മുതൽ പുളിയിലപ്പാറ, മുക്കുംപുഴ വരെയുള്ള വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് വ്യാപക മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന രമേശ് സ്ഥിരമായി ജവാൻ മദ്യമാണ് വിൽപ്പന നടത്തി വന്നിരുന്നത്. ആയതിനാൽ പുളിയിലപ്പാറ മേഖലകളിൽ ജവാൻ രമേശ് എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. 1500 മുതൽ 2000 രൂപയ്ക്ക് വരെ വളരെ കൂടിയ വിലയ്ക്കാണ് ആദിവാസി ഉന്നതികളിൽ മദ്യവിൽപ്പന നടത്തി വന്നിരുന്നത്. ഇത്തരത്തിൽ മദ്യത്തിന് അടിമകളായി മാറിയ ആദിവാസി സമൂഹം കടുത്ത മദ്യപാനശക്തിക്കും അതുവഴി വൻ കടബാധ്യതയിലും ചെന്നുവീഴുന്ന സാഹചര്യം നിലവിലുണ്ട്. പിടിയിലായ രമേശ് ഉൾപ്പെടെ വൻ വ്യാജമദ്യ ലോബി ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂരക്കൂടുതൽ മൂലമുള്ള പ്രയാസം മുതലെടുത്ത് വ്യാജമദ്യ വിൽപ്പന നടത്തിവരികയായിരുന്നു. മലയോര മേഖലയിലുള്ള കടകളിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുകയാണെന്ന വ്യാജേനയാണ് മദ്യം ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുവന്നിരുന്നത്. കേസെടുത്ത പാർട്ടിയിൽ AEI ഷാജി PP, ജെയ്സൺ ജോസ്, ജോഷി CA, WCEO പിങ്കി മോഹൻദാസ്, CEO രാകേഷ് TR, മുഹമ്മദ് ഷാൻ എന്നിവർ ഉണ്ടായിരുന്നു. ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗും വരും ദിവസങ്ങളിൽ തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകളിലേക്ക്.
കൊടകര ഗ്രാമപഞ്ചായത്ത് പേരാമ്പ്ര മാത്തള സിറ്റിയിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് വിശിഷ്ടാതിഥിയായിരുന്നു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK മുകുന്ദൻ, ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, CA റെക്സ്, TK പത്മനാഭൻ, TV പ്രജിത്ത്, പ്രനീല ഗിരീശൻ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറയിൽ സ്വലാത്ത് വാർഷികവും അജ്മീർ മൗലൂദും സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ അജ്മീർ ഖ്വാജ നഗറിൽ നടന്ന പരിപാടി സയ്യിദ് അബ്ദുൽ വാജിദ് ഉലീമി അൽ ഹൈദ്രുസി ഉദ്ഘാടനം ചെയ്തു. ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പിണ്ടാണി ജുമാ മസ്ജിദ് ഖത്തീബ് KP മുഹമ്മദ് അമീർ ഫൈസി, AM അലിയാർ, AM ബഷീർ ഹാജി, CP മുഹമ്മദ് ഫൈസി, മുഹമ്മദ് ബഷീർ, ലത്തീഫി, A അഷറഫ്, സിദ്ദി ഹാജി, CP കുഞ്ഞു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ആളൂരിൽ MDMAയുമായി 3 യുവാക്കൾ പിടിയിൽ. ഓപ്പറേഷൻ ഡീഹിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ആളൂർ കണ്ണിക്കര ആൾത്തറയിൽ നിന്ന് കടുപ്പശ്ശേരി സ്വദേശിയായ നെടുമ്പുരയ്ക്കൽ ക്രിസ്റ്റോ, അവിട്ടത്തൂരിൽ നിന്ന് മനക്കലപ്പടി അലങ്കാരത്തുപറമ്പിൽ ജുസ്വിൻ, പുന്നേലിപ്പടിയിൽ നിന്ന് അവിട്ടത്തൂർ കോലങ്കണ്ണി വീട്ടിൽ ഓസ്റ്റിൻ എന്നിവരെ പിടികൂടിയത്. ക്രിസ്റ്റോ ആളൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയാണ്. ക്രിസ്റ്റോ 2024 ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി കേസിലും വധശ്രമ കേസിലും പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ബാബു TR, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, സുനീഷ് കുമാർ, നിഖിൽ, ഹോങ്കാട് ഏലിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സഹസ്രക്ഷീരം മഹാകുംഭാഭിഷേകം ദർശിക്കാൻ 100 കണക്കിന് ഭക്തർ എത്തി. സിനിമാ മിമിക്രി താരങ്ങളായ ധർമ്മജൻ ബോൾഗാട്ടി, അനിയൻ കുട്ടൻ, സുരേഷ് മാഞ്ഞാലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അഖണ്ഡ നാമജപം, ഭക്തിഗാനമേള, അന്നദാനം, വൈകിട്ട് മേളം, ചുറ്റുവിളക്ക്, നിറമാല, ദീപക്കാഴ്ച, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി സതീശൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അഷ്ടപതി, ശ്രീഭൂതവേലി, ശീവേലി, പഞ്ചാരിമേളം എന്നിവ അരങ്ങേറി. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. വൈകിട്ട് സംഗീത കച്ചേരി, ചുറ്റുവിളക്ക്, നാദസ്വരം, പടിഞ്ഞാറ് നടയിൽ എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവ നടന്നു. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനൻ മാരാർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവി P ഭാസ്കരനാണെന്നും വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യത്തോളം പോന്ന ഒരു വിപ്ലവ കാവ്യം വേറെയില്ലെന്നും ശ്രീകുമാരൻ തമ്പി. P ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ നടന്ന ഭാസ്കര സന്ധ്യയിൽ P ഭാസ്കരൻ പുരസ്കാരം P ജയചന്ദ്രന് മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയചന്ദ്രന്റെ ഭാര്യ ലളിതയും മകൾ ലക്ഷ്മിയും ചേർന്ന് ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ് മൂല്യം. P ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല പ്രശംസാപത്രം വായിച്ചു. വിദ്യാധരൻ മാഷ്, ഏഷ്യാനെറ്റ് മുൻ ചെയർമാൻ ശശികുമാർ, സജിത് എവരേത്ത്, ചെയർപേഴ്സൺ TK ഗീത എന്നിവർ പ്രസംഗിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി CS തിലകൻ, PT ശിവരാമൻ, ഭാസ്കർ മാഷയുടെ മകൾ രാധിക ഉൾപ്പെടെ മാഷിന്റെ കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. എറിയാട് ബ്ലോക്ക് ജനശ്രീ സുസ്ഥിര മിഷൻ വനിതാ സംഗമവും സെമിനാറും നടത്തി. വനിതാ സംഗമം DCC ജനറൽ സെക്രട്ടറി സോണിയഗിരി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിൽ വനിതകളുടെ പങ്കെന്ന വിഷയത്തിൽ ഗാന്ധിയൻ കളക്റ്റീവ് സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബ് ബിൻ അബ്ദുൽ കരീം പ്രഭാഷണം നടത്തി. ജനശ്രീ മിഷൻ ബ്ലോക്ക് ചെയർമാൻ PP ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, CS രവീന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീബ മുരളി, മണ്ഡലം പ്രസിഡന്റുമാരായ KM സാദത്ത്, PA മുഹമ്മദ് സഗീർ, EK സജീവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലൈല സേവ്യർ, ജോസ്മി ടൈറ്റസ്, നജ്മ അബ്ദുൽ കരീം, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഹസീന റിയ, സരോജിനി ശിവദാസൻ, സക്കീന ഹാജി, KK വസന്ത, സുബൈദ ബാബു, റസിയ കുറ്റിക്കാട്ട്, ഷീല ധർമ്മജൻ, നസീമ സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം, KSU സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, PU സുരേഷ് കുമാർ, CA റഷീദ്,
PK മുഹമ്മദ്, KR നിതീഷ് കുമാർ, EA നജീബ്, CM മൊയ്തു, CC തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. AA ഷുക്കൂർ, NM ഫൈസൽ, PP ഷാജി, നാസർ കറുകപ്പാടത്ത്, സഫലി ഖാൻ, ഗഫൂർ ഖാൻ, ഇസഹാഖ് ഹുസൈൻ, ഷിയാസ് ഇടവഴിക്കൽ, സുഹ്റ മുഹമ്മദ് അലി, PH റഹീം എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭ 16, 17, 18, 19, 20 വാർഡുകളിലെ വികസന സമിതികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ 2ാം ഘട്ടം പ്രവൃത്തികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30 നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ PI വക്കച്ചൻ, VJ ജോജി, MK മിൻഹാജ്, VS സന്ദീപ്, സാബു തെക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റയാൾ മരിച്ചു. സംഭവത്തിൽ പൊന്നൂക്കര സ്വദേശി വിഷ്ണു എന്ന പൊറോട്ട വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. കല്ലേറ്റുങ്കര ഉണ്ണിമിശിഹ പള്ളിയുടെ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. ഇന്ന് ശിവരാത്രി. ചുവപ്പും പച്ചയും പരവതാനി വിരിച്ച് ശിവരാത്രിക്കായി ഒരുങ്ങി ആലുവ മണപ്പുറം. സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 1500 പോലീസുകാർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.